ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മൾ ചീനച്ചട്ടിയിലാണ് ചെയ്യുന്നത്, കുക്കറിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ രാഗി കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ നാടൻ കലത്തപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഇതെങ്ങനെ നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ഗ്ലാസ് ഗോതമ്പ് നുറുക്ക്, ഒരു ഗ്ലാസ് പച്ചരി എന്നുള്ള അളവിലാണ് എടുത്തിട്ടുള്ളത്. അതൊരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വാരി എടുത്തിട്ടുള്ളതാണ്. ഇനി ഒരു ഗ്ലാസ് വേണ്ട, അര ഗ്ലാസ് ആണെങ്കിൽ രണ്ടും അര ഗ്ലാസ് വീതം എടുക്കുക. രണ്ടും ഒരേ അളവ് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 250 ഗ്രാമിൻ്റെ ഇതുപോലത്തെ ഒരു ഉണ്ട ശർക്കരയാണ് ഞാൻ ഉരുക്കിയെടുക്കുന്നത്. അപ്പോൾ അത്രയും മതി കേട്ടോ. ഇനി മധുരത്തിനനുസരിച്ച് ശർക്കരയിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് കഴുകിയിട്ടുള്ള ഈ ഒരു ഗോതമ്പും അരിയും കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ശർക്കര പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2 ഏലക്ക അതിൻ്റെ ഒരു കുരു മാത്രമായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം കുറച്ച് കുറവായത് കാരണം തന്നെ കലത്തപ്പം കുറച്ചിൻ്റെ മാവ് നമ്മൾ കുറച്ച് ലൂസായിട്ടാണ് അരച്ചെടുക്കുക. അപ്പോൾ അരച്ചിട്ടുള്ള ഈ ഒരു മാവ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഒരുപാട് കുറുകിയിട്ടല്ല ഈ ഒരു മാവ് അരച്ചെടുക്കേണ്ടത്, കുറച്ച് ലൂസായിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നെയ്യപ്പത്തിൻ്റെ മാവ് പോലെ അല്ല കേട്ടോ. അപ്പോൾ ഇതിലേക്കൊരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പ് ശർക്കരയിൽ ഉപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ശർക്കര നല്ല ഉപ്പുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇത് അടച്ചു വെച്ചിട്ട് നമ്മളൊരു 5-6 മണിക്കൂർ ഇതൊന്ന് മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ഇനി നിങ്ങൾക്ക് മാവ് ഇങ്ങനെ വെക്കാനൊന്നും സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്താൽ മതി. എന്നാലും നന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ, നല്ല കലത്തപ്പം തന്നെ കിട്ടും. ഇനി സോഡാപ്പൊടി ഒന്നും ചേർക്കണ്ട, നല്ല നാച്ചുറലായിട്ട് തന്നെ കഴിക്കണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ മാവ് ഒരു 5-6 മണിക്കൂർ രാവിലെ അരച്ചു വെച്ചിട്ട് വൈകുന്നേരം ഉണ്ടാക്കുക, അല്ലെങ്കിൽ രാത്രി അരച്ചു വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കുക, അങ്ങനെ എങ്ങനെയെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും ഒരു 6 മണിക്കൂർ ഇവിടെ മാവ് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു 6 മണിക്കൂറിന് ശേഷം ഇതുപോലെ തേങ്ങ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ കഷ്ണങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ജീരകം കൂടെ ചേർക്കുന്നുണ്ട്, ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. ഇത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി പ്രത്യേകിച്ച് ഒന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് നട്ട്സ് അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിലൊക്കെ ചേർക്കാം കേട്ടോ, അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്യാം. ഇനി നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഒരു ചീനച്ചട്ടിയിലാണ് ഇത് ചുട്ടെടുക്കുന്നത്. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, ഉള്ളി കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം. ഇനി ചെറിയ ഉള്ളിയുടെ ആ ഒരു ടേസ്റ്റും കുത്തൊന്നും ഇഷ്ടമില്ല അവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചെറിയ ഉള്ളിയിൽ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നമുക്ക് ആ ഒരു നല്ലൊരു നാടൻ ടേസ്റ്റൊക്കെ കിട്ടുക. അപ്പോൾ ഇത് കുക്കറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ചീനച്ചട്ടി തന്നെയാണ് കലത്തപ്പം എപ്പോഴും ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ എൻ്റെ എല്ലാ കലത്തപ്പം റെസിപ്പീസും നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഞാൻ ഈ ചട്ടി തന്നെയാണ് എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കലത്തപ്പത്തിൻ്റെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് കനത്തിൽ ഒഴിക്കരുത്. ഞാനിവിടെ ഒരു 2-3 തവി അത്രയും മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് കട്ടി കൂടി കഴിഞ്ഞാൽ ഉൾഭാഗം വേവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കുറഞ്ഞ അളവിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കലത്തപ്പാക്കിയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ പറ്റും. ഇനി നമ്മൾ അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ചെറിയ തീയിൽ എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ ചട്ടിയായത് കാരണം തന്നെ ചട്ടിക്ക് നല്ല ചൂടുണ്ടാവും, അപ്പോൾ അടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ കലത്തപ്പം റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നന്നായിട്ട് ആരൊക്കെ എടുത്തിട്ടാണ് കേട്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പാണ്, അടിയൊന്നും ഒരുപാടൊന്നും കരിയാതെ തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല കലത്തപ്പം റെഡിയായി കിട്ടും. ഇനി നമുക്ക് ബാക്കിയുള്ളതും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ചൂടുണ്ടാവണം. പിന്നെ ആ മാവ് ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ടൊരു തിള വരുന്ന ആ ഒരു സമയത്താണ് നമ്മളിത് അടച്ചു വെക്കുന്നത്. ആ ഒരു സമയത്ത് തീ നന്നായിട്ട് തന്നെ കുറച്ച് വെക്കുക. ആ ചട്ടിയുടെ ആ ചൂട് കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ കലത്തപ്പം നല്ല പോലെ തന്നെ ആയി വരും. അപ്പോൾ ബാക്കിയുള്ള മുഴുവൻ നമുക്കിതുപോലെ തന്നെ
മാവ് തീരോളം ഓരോന്നായിട്ട് ഇതുപോലെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഞാൻ മുഴുവനായിട്ടൊന്നും കാണിക്കണില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നേരത്തെ ഞാൻ ഒരുപാട് കലത്തപ്പത്തിൻ്റെ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. പിന്നെ നിങ്ങൾ ശർക്കരയുടെ അളവൊന്നും കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല കേട്ടോ. എല്ലാവരും പല ശർക്കരയും പല മധുരമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ മധുരം ചേർത്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, അരിയും ഗോതമ്പും ഒരേ അളവ് തന്നെ എടുക്കുക. ഒന്ന് കൂടി ഒന്ന് കുറച്ച് അങ്ങനെ എടുക്കരുത്. രണ്ടും ഒരേ അളവ് തന്നെ നിങ്ങൾ എടുക്കുക. അപ്പോൾ അടിയൊന്നും ഒരുപാട് കറിയാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കലത്തപ്പമാണ്. സാധാരണ അരി കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന കലത്തപ്പത്തിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട്. ഗോതമ്പും കൂടെ ചേർത്തുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ നല്ല ആരെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കലത്തപ്പം. അപ്പോൾ നല്ല ടേസ്റ്റും സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലൊക്കെ ഉണ്ടാക്കി നോക്കുക. ഗോതമ്പ് അരിയൊക്കെ എപ്പോഴും ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് നമ്മൾ ഒരു വില കൂടിയ സാധനങ്ങളൊന്നും ഇതിൽ ചേർക്കണില്ല. എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.